രണ്ടാമത്തെ കാര്യം, ഇലക്ഷൻ പ്രഖ്യാപിച്ച അന്ന് ജില്ലാ സെക്രട്ടറി ആയിരുന്നു, ഇപ്പൊ അദ്ദേഹം അസുഖമായിട്ട് ലീവിലാണ്. മലപ്പുറം ജില്ലാ സെക്രട്ടറി പറഞ്ഞിരുന്നത് വർഗീയവാദികളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ടെന്നാണ്. എം സ്വരാജ് ആവർത്തിച്ചു പറഞ്ഞത് എല്ലാ മനുഷ്യരുടെ വോട്ടും വേണം, പക്ഷെ വർഗീയവാദികളെ ഞങ്ങൾ മനുഷ്യരായി കണക്ക് കൂട്ടുന്നില്ല, വർഗീയവാദികളുടെ വോട്ട് വേണ്ടെന്നാണ്. നിലമ്പൂരിൽ വന്ന് ക്യാമ്പയിൻ നടത്തിയ മുഖ്യമന്ത്രിയും ആവർത്തിച്ചു പറഞ്ഞ കാര്യം അതായിരുന്നു, വർഗീയവാദികളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ടതില്ല എന്ന്. ഇന്നത്തെ BJP കാൻഡിഡേറ്റിന്റെ ആ ഒരു റിപ്പോർട്ടർ ടിവിയോടുള്ള ബൈറ്റിൽ നിന്ന് അദ്ദേഹം തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നത്. സാധാരണ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം UDF ആരോപിക്കും BJPയുടെ വോട്ട് LDFന് ചെയ്തിട്ടുണ്ടെന്ന്, LDF പറയും BJPയുടെ വോട്ട് UDFന് ചെയ്തിട്ടുണ്ടെന്ന്. ഇത് മെനഞ്ഞാന്ന് വരെ UDFകാരനായിരുന്ന ഒരാള് BJPയുടെ കാൻഡിഡേറ്റ് ആയിട്ട് വന്നിട്ട് അയാൾ പറയാണ് CPMനെ തോൽപ്പിക്കാൻ വേണ്ടി BJPക്കാര് ആര്യാടൻ ഷൗക്കത്തിന് വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ടെന്ന്. റിസൾട്ട് വരുന്നതിന് മുമ്പ് അദ്ദേഹം തന്നെയാണ് പറയുന്നത്, BJPയുടെ കാൻഡിഡേറ്റ് ആണ് പറയുന്നത്. വെൽഫെയർ പാർട്ടി UDFനെ പിന്തുണച്ചു എന്ന് മാത്രമല്ല, വെൽഫെയർ പാർട്ടിക്കാർ UDFന് വോട്ട് ചെയ്തു എന്ന് മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് VD സതീശൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു പക്ഷത്ത് ജമാഅത്തെ ഇസ്ലാമിയും ഇപ്പുറത്ത് BJPയുടെ വോട്ടും, ഇതൊന്നും CPMന്റെ ആരോപണമല്ല, കൈരളി TVയുടെ ആരോപണമല്ല, അതിന്റെ അതോറിറ്റേറ്റീവായ ആളുകൾ തന്നെ പറയുന്ന ഒരു സിനാരിയോണ് അപ്പുറത്തുള്ളത്. മൂന്നാമത്തെ കാര്യം, എങ്ങനെയാവണം ഒരു ഇലക്ഷൻ എന്നുള്ളത്, ഇലക്ഷനിലെ ഡിസ്കോഴ്സ് എങ്ങനെയാവണം എന്നുള്ളത്, ഡിബേറ്റ് എങ്ങനെയാവണം എന്നുള്ളതിന്റെ വളരെ മനോഹരമായ ഒരു മോഡൽ നിലമ്പൂർ ബൈ ഇലക്ഷനിലൂടെ സഖാവ് സ്വരാജ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് അപ്പുറത്തുള്ള ആളുകൾക്ക് വരെ, UDFന്റെ ആളുകളും ലീഗിന്റെ നേതാക്കന്മാരും വരെ അംഗീകരിക്കുന്ന രീതിയിൽ. ആര്യാടൻ ഷൗക്കത്ത് ആ കാര്യത്തിൽ മോശമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ UDFന്റെ റാങ്ക് ആൻഡ് ഫയൽ അങ്ങനെ ആയിരുന്നില്ല. നിലമ്പൂർ ഇലക്ഷൻ പ്രോസസ്സിൽ നമ്മൾ കണ്ടിട്ടുള്ളത് വളരെ ഉന്നതമായ ജനാധിപത്യത്തിന്റെ ബോധം ഉൾക്കൊണ്ടുകൊണ്ട്, എല്ലാം പോസിറ്റീവായി ക്രിയേറ്റീവായി കണ്ടുകൊണ്ട് ഒരു തേർഡ് റേറ്റ് പൊളിറ്റിക്സിലേക്ക് ഒരു കാരണവശാലും പോവാത്ത രീതിയിൽ എം സ്വരാജ് എന്നുള്ളൊരു കാൻഡിഡേറ്റും അതിനോട് ചേർന്ന് നിൽക്കുന്ന LDF ക്യാമ്പയിനും, അപ്പുറത്ത് ആര്യാടൻ ഷൗക്കത്ത് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേച്ചർ ഉണ്ട് നമുക്കറിയാം. ഒരുപക്ഷെ എന്താ പറയാ, പന്നിക്കെണി വിവാദത്തിൽ അന്ന് രാത്രി ഉണ്ടാക്കിയ ഇടപെടൽ ഒഴികെ ത്രൂ ഔട്ട് വളരെ ഡീസന്റ് ആയി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാനാർത്ഥി. പക്ഷെ ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇറങ്ങിയ പിന്നെ എന്താ പറയാ KPCC രമേശ് ചെന്നിത്തലയും VD സതീശനൊക്കെ പറഞ്ഞ ജൂനിയർ MLA മാരും കൊച്ചുകുട്ടികളൊക്കെ കാണിച്ച കുറെ കോപ്രായത്തരങ്ങൾ ആ ഒരു സ്റ്റേച്ചറിന് അല്ലാത്ത രീതിയിലാവുകയും ചെയ്ത് ഇലക്ഷൻ കാണുന്ന ആളുകൾ ഇങ്ങനെ ആവണം തെരഞ്ഞെടുപ്പ്, ഇങ്ങനെ ആവണം ഡിസ്കോഴ്സ് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ മൂന്ന് കാര്യങ്ങളിൽ LDF എന്നുള്ളത് നിലമ്പൂർ ഇലക്ഷൻ കോണ്ടെക്സ്റ്റിൽ ആളുകളുടെ ഇവാലുവേഷനിൽ വിജയിച്ചു കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി 2000 വോട്ടിനാണോ 3000 വോട്ടിനാണോ 4000 വോട്ടിനാണോ ആരാണ് ജയിക്കുക എന്നുള്ളത് ഇതിന്റെ അകത്തുള്ള സെക്കൻഡറി കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഡെവലപ്മെന്റ്സ് മാത്രം ഈ കഴിഞ്ഞ 9 വർഷം കൊണ്ട് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള പുരോഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വർഗീയ ശക്തികൾക്കെതിരെ കർശനമായ നിലപാടെടുക്കേണ്ടതിന്റെ ആവർത്തിച്ചുള്ള പ്രസ്താവനകളും ഈ രണ്ട് സംഗതികളും വെച്ച് മാത്രമാണ് LDF അവിടെ ഇലക്ഷൻ നേരിട്ടുണ്ടായിരുന്നത്. UDF പതിവ് പോലെ ഇവർ പറയുന്ന പാലക്കാട്ടും അവിടെയൊക്കെ ചെയ്ത മാതിരിയിൽ തന്നെ എല്ലാവിധ ആയുധങ്ങളും, അത് നാളെ എന്ത് കുഴപ്പമുണ്ടാക്കും, എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കും, കോൺഗ്രസിന്റെ പ്രിൻസിപ്പിളിനെ എത്രത്തോളം എതിരാവുമെന്ന് ഒന്നും ആലോചിക്കാതെ അതിഭീകരമായിട്ടുള്ള സ്ട്രാറ്റജിയിൽ മാത്രം ഊന്നിയിട്ടുള്ള ഒരു സംഗതിയായിരുന്നു. ഇപ്പം ജമാഅത്തെ ഇസ്ലാമിയെ പറ്റി ഇവിടുന്ന് ഇപ്പം അഡ്വക്കേറ്റ് നിയാസും VD സതീശനും പറഞ്ഞ കാര്യം ശരിയാണെന്ന് ഈ സമയം വരെ പറഞ്ഞിട്ടില്ല മുസ്ലിം ലീഗിന്റെ നേതാവായ കുഞ്ഞാലിക്കുട്ടിയോ. 19-ന് ശേഷം നമുക്ക് മെല്ലെ പറയാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തെല്ലോ ഇഷ്യൂസ് അവിടെ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഇന്ന് PV അൻവർ പറയുന്നു AP അനിൽകുമാറാണ് ഇദ്ദേഹത്തെ തോൽപ്പിച്ചതെന്ന്, ഇദ്ദേഹത്തെ എന്താ പറയാ തോൽപ്പിക്കാൻ ശ്രമിച്ചതെന്ന്, ഷൗക്കത്തിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് AP അനിൽകുമാർ ശ്രമിച്ചതെന്ന് പറയുന്നത് നമുക്കറിയില്ല. ഇതൊക്കെ ഇവരുടെ ഗാങ്ങിന്റെ ഉള്ളിൽ നിന്നുള്ള സംഗതികളാണ്. ആ തരത്തിലുള്ള ഒരു സൈഡും വളരെ ക്ലിയർ ആയി പൊളിറ്റിക്സ് പറഞ്ഞിട്ടുള്ള ഒരു LDF തമ്മിലുള്ള മത്സരമാണ് നടന്നിട്ടുള്ളത്. ഇനി എന്തോ ആവട്ടെ, അത് എന്താ പറയാ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും മുന്നണിയുടെ പൊളിറ്റിക്കൽ ഇമേജിനെ മോശമായിട്ട് ബാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല.